എല്ലാവരും സുഖമല്ലേ? ഇന്ന് ഉരുളക്കിഴങ്ങും കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. മുന്നേ എൻ്റെ കുഴക്കട്ടേൻ്റെ വീഡിയോൻ്റെ അകത്ത് ഞാൻ ഈ സ്റ്റൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ഡിഷസ് ഒരേ വീഡിയോയിലാണ് ചെയ്തത്, അതുകൊണ്ട് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് ഞാൻ വെറും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടും ചെയ്യാം. വേണ്ട കാര്യങ്ങൾ: കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉരുളക്കിഴങ്ങ് ഒരു 3 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്, കട്ടിയുള്ളത്. 2 ചെറിയ കപ്പാണ്. പിന്നെ ഇഞ്ചി ഒരു 2 ഇഞ്ച് നീളത്തിൽ അത് പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയോ കുറച്ചോ ഇട്ടോ. പിന്നെ സവാള വേണം, ഹാഫ്. അത് പൊടിയായി അരിഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ വേവിക്കേണ്ടതാണ്. പിന്നെ കരിവേപ്പില, 8 ഗ്രാമ്പു, 2 ഇഞ്ച് ലെങ്ത്തിൽ സിനമൺ. പിന്നെ ബ്ലാക്ക് പെപ്പറും നിറയെ വേണം, അതൊരു 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ. പിന്നെ നെയ്യ് വറുത്തിടാൻ. പിന്നെ പൊടിയായി അരിഞ്ഞ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഈ ഒരു തിക്നെസ്സിലും ലെങ്ത്തിലും കട്ട് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് സ്റ്റാച്ചി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് നല്ലത്, അപ്പോൾ കറിക്കൊരു കൊഴുപ്പുണ്ടാവും. ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് സ്റ്റാച്ച് കുറവുള്ളതായിരുന്നു, അത് കാരണം അവിടെ ഇവിടെയൊക്കെ മുഴച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ സ്പൂണും കൊണ്ട് മാഷ് ചെയ്ത് എടുത്തു. ഇതിപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, സവാള, ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കൂടെ പട്ടയും ഗ്രാമ്പും ഇടണം. ആ ഉരുളക്കിഴങ്ങൊന്നും വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി. എന്നിട്ട് നന്നായി വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക ചെയ്യാം. ആദ്യം നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഇത് തന്നെ നമുക്ക് മീറ്റ് ഇട്ടിട്ടും ചെയ്യാം. മട്ടൺ സ്റ്റൂ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ആദ്യം മീറ്റിനെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഈ ഹോൾ സ്പൈസസ് പട്ടയും ഗ്രാമ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് തേങ്ങാപ്പാലും ഇട്ടിട്ട് ചെയ്യാം. ജസ്റ്റ് മീറ്റ് വേറെ വേവിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. യൂഷ്വലി സ്റ്റൂ വെള്ള കളറിലാണ് ഉണ്ടാവുക. ഞാനിന്നൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ടു. ലാസ്റ്റിൽ അത് കുറുകി വരുമ്പോൾ നമുക്ക് പെപ്പർ ഇടുക. ലാസ്റ്റിലിടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പെപ്പറിൻ്റെ ആ സ്മെല്ലൊക്കെ കിട്ടണം. ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ എരിവ് ഉരുളക്കിഴങ്ങിനും അതിനൊക്കെ പിടിക്കും, പക്ഷേ ആ സ്മെല്ലൊന്നും അധികം കിട്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റിലിടുന്നത്. എന്നിട്ട് കുറുകി വന്നു. ലാസ്റ്റ് നമുക്കിനി വറുത്തിടുക വേണ്ടത്. വറുത്തിടുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് വേണ്ടി ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉള്ളി, സവാളയോ ചെറിയ ഉള്ളിയോ പൊടിയായി അരിഞ്ഞത് മൂപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് തന്നെ നമ്മൾ ഫിഷ് ഇട്ടിട്ടും ചെയ്യും. ഫിഷ് ഇട്ട് ചെയ്യുമ്പം ഫിഷിനെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്യുക ലാസ്റ്റിൽ. അത് കുറച്ച് കട്ടിയുള്ള ഫിഷ് ഉണ്ടാവില്ലേ, നമ്മൾ അയക്കൂറ എല്ലാം പോലത്തെ, അങ്ങനത്തെയാണ് ഇട്ട് ചെയ്യുക. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. റൈസിൻ്റെ കൂടെയും കഴിക്കാം. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.